الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أحمده حمدا بلا أحد أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ولا ينفقون نفقة صغيرة ولا كبيرة ولا يقطعون واديا إلا كتب لهم ليجزيهم الله أحسن ما كانوا يعملون. പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. കഴിഞ്ഞ എൻ്റെ ഖുതുബയിലൂടെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നിരന്തരം പാരായണം ചെയ്യേണ്ട, എന്നും ഓതേണ്ട അധ്യായങ്ങളെക്കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് എല്ലാ രാത്രികളിലും വിശ്വാസികളായ ആളുകൾ പാരായണം ചെയ്യേണ്ട സൂറത്താണ് ഖുർആനിലെ 67-ാമത്തെ അധ്യായം, സൂറത്തുൽ മുൽക്ക്. ആ അധ്യായത്തിൻ്റെ മഹത്വവും ആ അധ്യായവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ സൂറത്തു സജദ പാരായണം ചെയ്യാതെ ഉറങ്ങാറില്ല എന്ന ഹദീസ് നാം കേട്ട് കഴിഞ്ഞു. എല്ലാ വെള്ളിയാഴ്ചയും വിശ്വാസികൾ പാരായണം ചെയ്യേണ്ട അധ്യായമാണ് സൂറത്തുൽ കഹ്ഫ്. ആ അധ്യായത്തിൻ്റെ മഹത്വവും പ്രാധാന്യവുമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും വലിയ ഫിത്ന എന്ന് ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കൾ എല്ലാവരും പരിചയപ്പെടുത്തിയ മസീഹുദ് ദജ്ജാൽ, ആ ദജ്ജാലിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന്, ആ ദജ്ജാലിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കാൻ സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ, മറ്റൊരു ഹദീത്ത് പ്രകാരം അവസാനത്തെ 10 ആയത്തുകൾ മനഃപ്പാടമാക്കിയാൽ മതി എന്ന ഹദീത്തിൽ നിന്ന് തന്നെ ഈ അധ്യായത്തിൻ്റെ മഹത്വവും പ്രാധാന്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ഖുതുബയിൽ ഈ 3 അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് വിശ്വാസികളായ ആളുകളുടെ വീടുകളിൽ
വൈകുന്നേര സമയങ്ങളിൽ എല്ലാ ദിവസവും പാരായണം ചെയ്യപ്പെടേണ്ട ഒരു അദ്ധ്യായത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, പ്രവാചക തിരുമേനി പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലിഅസ്ഹാബിഹി. മഅറൂഫായ ഏറെ പ്രസിദ്ധമായ ഒരു ഹദീസാണിത്. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. നാളെ പരലോകത്ത് ഖുർആനിൻ്റെ ആളുകൾ അഥവാ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി, അതിൻ്റെ അസ്ഹാബുകൾക്ക് വേണ്ടി, ഖുർആനിൻ്റെ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ശുപാർശകനായി കടന്നു വരും. അത് പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഖ്റഉ, നിങ്ങൾ പാരായണം ചെയ്യണം സഹ്റവൈൻ, നിങ്ങൾ പാരായണം ചെയ്യണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഹ്റവൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത് പ്രവാചക തിരുമേനി തന്നെ പറഞ്ഞു, സഹ്റവൈൻ മഅന അൽ ബഖറ വ സൂറത്തു ആലു ഇമ്രാൻ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സഹ്റവൈൻ സൂറത്ത് പാരായണം ചെയ്യണം. ഏതാണ് ഈ സഹ്റവൈൻ? അത് സൂറത്തുൽ ബഖറയാണ്, വസൂറത്തു ആലു ഇമ്രാനാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹുമാ തഅതിയാനി യൗമൽ ഖിയാമത്തി കഅന്നഹുമാ ഗമാമതാനി ഔ കഅന്നഹുമാ ഗയാബതാനി ഔ കഅന്നഹുമാ ഫിർഖാനി മിൻ ത്വയ്രിൻ സവ്വാഫ തുഹാജാനി അൻ അസ്ഹാബിഹിമാ എന്ന് തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അധ്യായങ്ങളുടെ മഹത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സഹ്റവൈൻ അഥവാ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും നിങ്ങൾ പാരായണം ചെയ്യണം. അതിൻ്റെ കാരണമായി പ്രവാചക തിരുമേനി പറയുന്നത്, അവ രണ്ടും അന്ത്യനാളിൽ രണ്ട് കാർമുകിൽ പോലെ, അല്ലെങ്കിൽ രണ്ട് തണലുകൾ പോലെ, അതുമല്ലെങ്കിൽ അണിയായി പറക്കുന്ന രണ്ട് പക്ഷിക്കൂട്ടങ്ങൾ പോലെ നമുക്ക് തണലായി കടന്നു വരുമെന്നാണ് ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ എല്ലാ ദിവസങ്ങളിലും രാത്രി നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുൻപ് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ആരാകട്ടെ ഈ അധ്യായം പാരായണം ചെയ്യുന്ന വീടാക്കി നമ്മുടെ വീടുകളെ നമ്മൾ മാറ്റണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഇഖ്റഉ സൂറത്തുൽ ബഖറ ഫഇന്ന അഖദഹ ബറക വതറകഹ ഖസറ വലാ തസ്തതിഉഹാ അൽ ബത്ല. പ്രവാചക തിരുമേനിയുടെ അധ്യാപനത്തിൽ പ്രവാചകൻ പഠിപ്പിക്കുന്ന, നിങ്ങൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നത് അത് ബറക്കത്താണ് എന്നാണ്, അത് അനുഗ്രഹമാണ്. എന്നാൽ അതിനെ ഉപേക്ഷിക്കുന്നത്, പാരായണം ചെയ്യാതെ വിട്ടുകളയുന്നത്, അത് ഹസറയാണ്, നഷ്ടമാണ് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. മാരണം ചെയ്യുന്ന, സിഹ്ർ ചെയ്യുന്ന ആളുകൾ, ആ ആളുകൾക്കൊരിക്കലും താങ്ങാൻ കഴിയാത്ത, അഥവാ ആ സിഹ്ർ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ബഖറ എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അപ്പം എന്താണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്? വിശ്വാസികളുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കേണ്ട, അവർ പാരായണം ചെയ്യേണ്ട രണ്ട് അധ്യായമാണ് സഹ്റവൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇമ്രാനും. വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീടുകളിൽ നമ്മളത് പാരായണം ചെയ്യണം. അതുകൊണ്ട് പരലോകത്ത് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ മഖാബിറുകളാക്കരുത്, അഥവാ ഖബറുകളാക്കരുത്, ഖബർസ്ഥാനാക്കാൻ പാടില്ല. എന്തേ കാരണം? ഇന്ന ശൈത്വാന യൻഫിറു മിനൽ ബൈത്തിൽ ലദി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീടുകൾ, ആ വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്നാണ്. നോക്കൂ നിങ്ങൾ ഈ അധ്യായത്തിൻ്റെ മഹത്വം, ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. ഈ അധ്യായം പാരായണം ചെയ്യുന്ന വീടുകളിൽ നിന്ന് പിശാച് അകന്നു പോകുമെന്നാണ്. ആരാണ് പിശാച്? മനുഷ്യൻ്റെ ശത്രുവാണ് എന്ന് നമുക്കറിയാം. മനുഷ്യനെ വഴിതെറ്റിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഖാല ഫബിമാ അഗ്വൈതനി ലഅഖുദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. ഖുർആനിൽ അങ്ങനെയാണ് പിശാചിനെ കുറിച്ച് പറഞ്ഞത്. പിശാച് തന്നെ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, നിന്റെ ദാസന്മാരെ ഞാൻ വഴിതെറ്റിക്കും, അവരുടെ സിറാത്തുൽ മുസ്തഖീമിൽ, നേരായ മാർഗത്തിൽ ഞാൻ അവരെ കാത്തിരിക്കും. അവരുടെ മുന്നിലൂടെ, അവരുടെ പിന്നിലൂടെ, അവരുടെ വലതുവശത്തിലൂടെ, ഇടതുവശത്തിലൂടെയൊക്കെ ഞാൻ അവരിലേക്ക് ചെല്ലും, എന്നിട്ട് ഞാൻ അവരെ വഴിതെറ്റിക്കും. ആ പിശാചിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വമേകുന്ന അധ്യായമാണ് ഏത്? സൂറത്തുൽ ബഖറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യണം. അതുണ്ടോ എന്ന് പരിശോധിക്കണം. ഇല്ല എങ്കിൽ ഇന്നു മുതൽ നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യപ്പെടേണ്ട അധ്യായമായി സൂറത്തുൽ ബഖറയെ, അതേപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിനെ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്.
പ്രവാചക തിരുമേനി വീണ്ടും പറഞ്ഞു, ഇന്ന ലികുല്ലി ഷൈഇൻ സനാമ വസനാമുൽ ഖുർആനി സൂറത്തുൽ ബഖറ. എന്താ പ്രവാചകന്റെ അധ്യാപനം? പ്രവാചകൻ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പൂഞ്ഞ, ഉയർന്ന ഭാഗമുണ്ട്. നമ്മൾ ഒട്ടകത്തെ കാണുമ്പോൾ ഒട്ടകത്തിൻ്റെ പൂഞ്ഞ എന്ന് പറയും, അത് ഉയർന്ന ഭാഗമാണ്. അതേപോലെ പ്രവാചകൻ പറയുകയാണ്, ഖുർആനിൻ്റെ പൂഞ്ഞയാണ്, ഖുർആനിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗമാണ് സൂറത്തുൽ ബഖറ. തീർച്ചയായും ഒരാൾ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് ഷെയ്ത്താൻ കേൾക്കുകയാണ് എങ്കിൽ ആ ഷെയ്ത്താൻ അവിടെ നിന്ന് പുറത്തു പോകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ബഖറ വിശ്വാസികളുടെ ജീവിതത്തിൽ നിരന്തരം പാരായണം ചെയ്യേണ്ട, എല്ലാ ദിവസവും വീട്ടിൽ ഓതേണ്ട ഒരു സൂറത്താണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ലഭിക്കുന്ന മഹത്വവും പ്രത്യേകതകളും ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവുക. അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ സൂറത്ത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിനേന പാരായണം ചെയ്യാൻ പഠിപ്പിച്ച മറ്റൊരു അധ്യായമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ 17 തവണ അവൻ നിർബന്ധമായും എല്ലാ ദിവസവും ഓതണം. 1-2 തവണയല്ല, 17 തവണ അവൻ നിർബന്ധമായും ഓതണം. അവൻ്റെ നമസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ ആ നമസ്കാരത്തിൽ ഫാത്തിഹ ഉണ്ടാകണം. ലാ സ്വലാത്ത ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വഹീഹായ ഹദീത്താണ്, ഫാത്തിഹ ഓതാത്തവനെ നമസ്കാരമില്ല. നമസ്കാരത്തിൻ്റെ അർക്കാനുകളിൽപ്പെട്ട, നമസ്കാരത്തിൻ്റെ റുക്നിൽപ്പെട്ട കാര്യമാണ് ഫാത്തിഹ ഓതുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അധ്യായം, എന്നും പാരായണം ചെയ്യേണ്ട അധ്യായം. എത്ര തവണ? 17 തവണ നിരന്തരം ഓതേണ്ട അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ആ അധ്യായം വിശ്വാസികൾ കൊണ്ടു നടക്കണം. ആ അധ്യായത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി മാ ഉൻസിലത് ഫി തൗറാത്തി വലാ ഫിൽ ഇൻജീലി വലാ ഫി സബൂർ വലാ ഫിൽ ഫുർഖാനി മിത്ലുഹാ وإنها 7 من المثاني والقرآن العظيم الذي أعطيته. പ്രവാചകന്റെ അധ്യാപനമാണ്. സുന്ദരമായ ഒരു ഹദീത്താണിത്. എന്താ ഈ ഹദീത്തിൽ പറയുന്നത്? പ്രവാചകൻ പറയുന്നത്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. തൗറാത്തിലോ ഇഞ്ചീലിലോ സബൂറിലോ ഖുർആനിലോ ഇതിന് സമാനമായ ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. നോക്കൂ നിങ്ങൾ, 4 വേദഗ്രന്ഥങ്ങൾ, ഖുർആനുണ്ട്, സബൂറുണ്ട്, ഇഞ്ചീലുണ്ട്, തോറയുണ്ട്, തൗറാത്തുണ്ട്. ഈ 4 ഗ്രന്ഥങ്ങളിലും ഇതിന് സമാനമായ ഒരു സൂറത്ത് ലഭിച്ചിട്ടില്ല എന്നാണ്. മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് അള്ളാഹു വേദഗ്രന്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിൽ ആശയങ്ങളുണ്ട്, ആ വേദഗ്രന്ഥങ്ങളിൽ വഹിയുകളുണ്ട്. ആ വഹിയുകളേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ വഹിയേത സൂറത്തുൽ ഫാത്തിഹയാണ്. ഞാനും നിങ്ങളും ദിനേന ഓതിക്കൊണ്ടിരിക്കുന്ന ഈ അധ്യായമാണ്. ഈ ഹദീത്ത് മതി ഈ സൂറത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർആനിലും ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗേത, അത് സബഉൽ മഥാനി എന്നറിയപ്പെടുന്ന, സബഉൽ മഥാനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. കാരണം അതിലെ ആവർത്തിത വചനങ്ങൾ, വീണ്ടും വീണ്ടും പാരായണം ചെയ്യുന്ന ആയത്തുകൾ എന്ന രീതിയിലാണ് എന്നൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ജിബ്രീൽ അലൈഹിസ്സലാമും ഒരു സ്ഥലത്തിരിക്കുകയാണ്. ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ബൈനമാ ജിബ്രീലു ഖായിദുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ നഖീദൻ മിൻ ഫൗഖിഹി. ജിബ്രീൽ നബി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മുകളിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ എന്ത് ചെയ്തു? ഫറഅസഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിലേക്ക് നോക്കി. ഫഖാല ഹാദാ ബാബുൻ. ജിബ്രീൽ ആ സമയത്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഫഖാല ഹാദാ ബാബുൻ മിനസ് സമാഇ ഫുതിഹൽ യൗമ ലം യുഫ്തഹ് ഖത്തു ഇല്ലൽ യൗം. ആകാശത്തൊരു കവാടം തുറന്നു. ആ ശബ്ദം എന്താണ്? ആകാശത്തിൻ്റെ ഒരു കവാടം തുറക്കുന്ന ശബ്ദമാണ്. ആ കവാടത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് വരെ ആ കവാടം തുറന്നിട്ടില്ല. ആ കവാടം ആദ്യമായി തുറക്കപ്പെടുകയാണ്. എന്നിട്ട് ആ കവാടത്തിലൂടെ ഫനസല മിൻഹു മലക്കുൻ, ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഇറങ്ങി വന്നു. ആ മലക്ക് ഇതുവരെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇറങ്ങി വന്നിട്ടില്ല, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ആദ്യമായി കൊണ്ട് കവാടം തുറന്നു. ആ കവാടത്തിലൂടെ ഒരു മലക്ക് ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഫസല്ലമ, സലാം പറഞ്ഞു. ജിബ്രീലിനോടും നബിയോടും ആ മലക്ക് സലാം പറഞ്ഞു. എന്നിട്ട് ആ മലക്ക് പറഞ്ഞു, വഖാല അബ്ശിർ ബിനൂറൈൻ, 2 പ്രകാശങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഊതീതഹുമാ ലം യുതഹുമാ നബിയ്യുൻ ഖബ്ലക ഫാത്തിഹത്തുൽ കിതാബ് വഖവാതീമു സൂറത്തുൽ ബഖറ. 2 പ്രകാശങ്ങൾ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ആ 2 പ്രകാശങ്ങൾ ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഒരു നബിമാർക്കും നൽകാത്ത 2 പ്രകാശമാണ്. ഏതാണ് ആ പ്രകാശം? ഒന്ന് ഫാത്തിഹത്തുൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹയാണ്. വഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മളത് വരുന്ന ഖുത്ബകളിൽ നമ്മൾ വിശദീകരിക്കും. അപ്പോൾ നോക്കൂ നിങ്ങൾ,
ഒരു മലക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഒരു ആകാശത്തിൻ്റെ കവാടത്തിലൂടെ, ഇതുവരെ തുറക്കാത്ത, അന്നു മാത്രം തുറന്ന ഒരു കവാടത്തിലൂടെ ഒരു മലക്ക്, ഭൂമിയിലേക്ക് ഇതുവരെ വരാത്ത മലക്ക് വന്ന് പ്രവാചക തിരുമേനിക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഇതാ 2 സന്തോഷങ്ങൾ, 2 പ്രകാശങ്ങൾ ഇതാ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. ആ പ്രകാശങ്ങൾ മുമ്പ് ആർക്കും ലഭിച്ചിട്ടില്ല. എന്താണത്? അത് ഫാത്തിഹയാണ്, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് ഈ സൂറത്തിൻ്റെ മഹത്വമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉബയ്യ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹം പള്ളിയിലിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നിസ്കരിക്കുന്നത് കണ്ടു. അങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് മഹാനായ അബൂ സഈദിൽ മുഅല്ല അദ്ദേഹം പറയാണ്, ഞാൻ പള്ളിയിൽ നമസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കണ്ടു. കുൻതു ഉസല്ലി ഫദആനി, ഞാൻ നിസ്കരിക്കണം, അപ്പം നബി എന്നെ വിളിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഫലം ഉജിബുഹു, ഞാൻ പ്രവാചകന്റെ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. കാരണം ഞാൻ നിസ്കാരത്തിലാണ്. നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയപ്പോഴാണ് നബി വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ പ്രവേശിച്ചതിനാൽ ഞാൻ നബിക്ക് വിളി കൊടുത്തില്ല, ഞാൻ നിസ്കാരം പൂർത്തിയാക്കി. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്തേക്ക് ചെന്നു, സലാം പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിന്നെ വിളിച്ചില്ലേ, നീ എന്തേ ഉത്തരം നൽകാഞ്ഞത്? അപ്പം അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാൻ നമസ്കരിക്കുകയായിരുന്നു. യാ റസൂലല്ലാഹ് ഇന്നി കുൻതു ഉസല്ലി, ഞാൻ നമസ്കാരത്തിലായിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലം യഖുലില്ല, അല്ലാഹു പറഞ്ഞു നീ കേട്ടിട്ടില്ലേ? എന്താ അല്ലാഹു പറഞ്ഞത്? ഇസ്തജീബു ലില്ലാഹി വലിർ റസൂലി ഇദാ ദഅാകും, അല്ലാഹുവും റസൂലും വിളിച്ചാൽ എവിടെയായാലും വിളി കേൾക്കണം. അത് നബിയുടെ പ്രത്യേകതയാണ്. സ്വഹാബികൾ നമസ്കരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വരാൻ പറഞ്ഞാൽ അവർ വരണം. അത് ഖുർആനിന്റെ കൽപ്പനയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയെ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുമ്മ ഖാല അലാ ഉഅല്ലിമുക അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ ഖബ്ല അൻ തഖ്റുജ മിനൽ മസ്ജിദ്, ഈ പള്ളിയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകുന്നതിന് മുമ്പ് ഖുർആനിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്ത്, ഒരു അധ്യായം ഞാൻ നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അങ്ങനെ ആ സ്വഹാബി പള്ളിയിൽ നിന്ന് പുറത്തു പോകാൻ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. എന്താ പ്രവാചകൻ അധ്യാപനം? ഏറ്റവും അഅ്ളമായ, ഏറ്റവും ശ്രേഷ്ഠമായ അഅ്ളമ സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ഏറ്റവും മഹത്തായ സൂറത്ത്, ആ സൂറത്ത് പഠിപ്പിക്കുമെന്നാണ്. ആ സൂറത്ത് അറിയുന്ന ആളുകളാണ് നമ്മൾ. ആ സൂറത്ത് കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമസ്കാരത്തിൽ നമ്മളത് പാരായണം ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ റുഖിയ നടത്താൻ ഇസ്ലാമികമായ മന്ത്രമുണ്ട്. നമുക്ക് രോഗമുണ്ട്, പ്രയാസങ്ങളുണ്ട്. രോഗികളാകുന്ന സമയത്ത് മറ്റുള്ള ആളുകളുടെ സമീപത്ത് പോയി അവരുടെ കയ്യിൽ നിന്ന് ഉറുക്കും നൂലുമൊക്കെ വാങ്ങി കെട്ടുന്ന മനുഷ്യന്മാരുണ്ട്. അത് ശിർക്കാണ്, അള്ളാഹു അംഗീകരിക്കാത്ത കാര്യമാണ്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സാ രീതിയാണ് നമ്മുടെ കൈകളിൽ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി നമ്മുടെ കൈ കൊണ്ട് തന്നെ ശരീരത്തിൽ തടവുക എന്നുള്ളത്. എന്ത് രോഗമാകട്ടെ, ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ചികിത്സയാണെന്ത്? ഇസ്ലാമിക മന്ത്രം എന്നുള്ളത്. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, ഇസ്ലാമിൽ കുതന്ത്രമില്ല. പ്രത്യേകം മനസ്സിലാക്കണം, ഇസ്ലാമിൽ മന്ത്രം ചികിത്സയാണ്, സംശയമൊന്നുമില്ല. അത് ദീനിലുള്ളതാണ്, ഹദീത്ത് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഈ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീറുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന സംഭവം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ആയിഷ ഉമ്മ റുഖിയ നടത്തിയത്. ആയിഷ ഉമ്മ സൂറത്ത് ഓതിയിട്ട് നബിയുടെ കയ്യിൽ ഊതി, നബിയുടെ കൈ കൊണ്ട് തടവീന. കാരണം എൻ്റെ കയ്യിനേക്കാൾ നബിയുടെ കയ്യിന് ബറക്കത്തുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമുക്ക് മന്ത്രിച്ചു കൊടുക്കാം. ഈ സൂറത്തുൽ ഫാത്തിഹ അടക്കമുള്ള, ആയത്തുൽ കുർസി അടക്കമുള്ള, മുഅവ്വിദാത്ത് അടക്കമുള്ള സൂറത്തുകൾ പാരായണം ചെയ്ത് കയ്യിൽ ഊതി അവരുടെ ശരീരങ്ങളിൽ തടവിക്കൊടുക്കുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച മന്ത്രമാണ്. അങ്ങനെ മന്ത്രിക്കാനുള്ള സൂറത്ത് കൂടെയാണ് ഏത്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു നാമം പോലും എന്താണ്? മന്ത്രം എന്നുള്ള പേരിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കത് പിന്നീട് വിശദീകരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട അധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. ഇത് പാരായണം ചെയ്യാതെ ഒരു ദിവസം പോലും ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട അധ്യായം, എന്നും വിശ്വാസികൾ ഓതേണ്ട അധ്യായം. ഒരു ദിവസം പോലും വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ അധ്യായം പാരായണം ചെയ്യാത്ത ഒരു ദിനം ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബീ സഈദിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. പ്രവാചക തിരുമേനി അദ്ദേഹത്തിന്റെ അസ്ഹാബുകളോട് ചോദിക്കുകയാണ്. എന്താ പ്രവാചകന്റെ ചോദ്യം? അയഅജിസു അഹദുക്കും അൻ യഖറഅ സുലസൽ ഖുർആനി ഫീ ലൈല. എന്താ പ്രവാചകന്റെ ചോദ്യം? വിശുദ്ധ ഖുർആനിൽ നിന്ന് ആ ഖുർആനിന്റെ 1/3 ഭാഗം എല്ലാ രാത്രികളിലും പാരായണം ചെയ്യാൻ നിങ്ങൾക്ക് എന്തേ കഴിയാത്തത്? അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അതിന് ശ്രമിക്കാത്തത്? ഖുർആനിന്റെ 1/3 ഭാഗം
നിങ്ങൾക്കൊരു രാത്രിയിൽ പാരായണം ചെയ്യാൻ എന്താണ് തടസ്സം? ഖുർആൻ എന്ന് പറഞ്ഞാൽ 30 ജുസാണ്. ആ 30 ജുസൈൻ്റെ ഒരു ഭാഗം 10 ജുസ, ഏകദേശം ഒരു ജുസ എന്ന് പറഞ്ഞാൽ 10 പേജുണ്ട്. അപ്പോൾ 10 പേജ് വെച്ച് കൂട്ടുമ്പോൾ 300ഓളം പേജുകൾ എന്ത് ചെയ്യാനുണ്ട്? പാരായണം ചെയ്യാനുണ്ട്. ആ പേജുകൾ അത്രയും ഭാഗം 10 ജുസ് പാരായണം ചെയ്യാൻ എന്താണ് തടസ്സമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം. അപ്പോൾ അവർക്ക് പ്രയാസമായി. കാരണം എങ്ങനെ ഇപ്പോൾ രാത്രിയിൽ മറ്റുള്ള തിരക്കുകൾക്കിടയിലൊക്കെ ഈ ഭാഗം എങ്ങനെയാണ് ഓതിപ്പോവുക? അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിക്കുന്ന, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അത് സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3. ഖുർആനിൻ്റെ 1/3 പാരായണം ചെയ്യുന്നതിന് തുല്യമാണേത്? സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, ആർക്കാ പറ്റാത്തത്? ഖുർആനിൻ്റെ 1/3 ഓതിയ പ്രതിഫലം നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ നിയ്യത്ത് വെച്ച് ആരെങ്കിലും അത് ഓതാറുണ്ടോ? നമ്മൾ പാരായണം ചെയ്യാറുണ്ടോ? അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഈ ഹദീസ് വെച്ച് ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് കൊണ്ടുവരണം? സൂറത്തുൽ ഇഖ്ലാസിനെ നമ്മൾ കൊണ്ടുവരണം. എല്ലാ രാത്രി എന്ത് ചെയ്യണം? ഉറങ്ങുന്നതിന് മുമ്പെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഓതണം നമ്മൾ. അത് ഖുർആനിൻ്റെ 1/3 ഓതുന്നതിന് തുല്യമാണ്. പ്രവാചകന്റെ ഒരു സ്വഹാബി, അദ്ദേഹത്തെ ഒരു യാത്രയിൽ ഒരു അമീറായി പ്രവാചകൻ നിശ്ചയിച്ചു. ഒരു യാത്രയിൽ അമീറാണ്, നേതാവാണ് ആ യാത്രക്കാർക്ക്. അദ്ദേഹം എന്ത് നിസ്കരിച്ചാൽ, ഏത് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഫാത്തിഹ ഓതും, ഒരു സൂറത്തോതും, പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും, ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്തോതും. അത് ഓതാതെ എന്ത് ചെയ്യില്ല, അയാൾ നിസ്കാരം ഒഴിവാക്കുന്നില്ല. അത് ആളുകൾക്കൊരു പ്രയാസമായി. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ, ഇയാൾ ഇങ്ങനെ ചെയ്തു. നബി അയാളെ വിളിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാൻ കാരണം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലേ, പ്രവാചകൻ, എനിക്ക് ആ സൂറത്ത് ഇഷ്ടമാണ്, ഞാൻ ആ സൂറത്തിനെ സ്നേഹിക്കുന്നുണ്ട്. കാരണം അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ പറയുന്ന അധ്യായമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ആ സൂറത്തിനെ സ്നേഹിക്കുന്നതിലൂടെ റബ്ബിൻ്റെ ഇഷ്ടവും സ്നേഹവും അതേപോലെ തന്നെ സ്വർഗവും നിങ്ങൾക്ക് ലഭിക്കുമെന്ന സന്തോഷ വാർത്തയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നൽകിയത്. ആ സൂറത്തിനോടുള്ള ഇഷ്ടം കാരണം നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ സൂറത്തിനെ സ്നേഹിക്കണം. ആ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഖുർആനിൻ്റെ 1/3 ഓതുന്നതിന് തുല്യമാണ്. പ്രവാചകൻ പറഞ്ഞു, കാന ഇദാ ആവാ ഇലാ ഫിറാശിഹി ഖറഅഹ മഅൽ മുഅവ്വിദതൈനി വമസ്അ മസ്തതഅ മിൻ ജസദിഹി. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൻ നാസും ഫലക്കും അതേപോലെ തന്നെ ഇഖ്ലാസും പാരായണം ചെയ്യണം ഉറങ്ങാൻ കിടക്കുമ്പോൾ. എന്നിട്ട് കയ്യിൽ ഊതി എന്ത് ചെയ്യണം? ശരീരം തടവണം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഓതേണ്ട സൂറത്താണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സൂറത്ത് മുൽക്ക് നമ്മൾ പറഞ്ഞു, സൂറത്തു സജദ നമ്മൾ പറഞ്ഞു, സൂറത്തുൽ കഹ്ഫ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയും ആലു ഇമ്രാനും പറഞ്ഞു, അതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ പറഞ്ഞു. നമ്മൾ അവസാനം പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം പാരായണം ചെയ്യണം. എല്ലാ നമസ്കാരങ്ങളുടെ ശേഷവും പാരായണം ചെയ്യണം. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നമസ്കാരത്തിൽ സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യണം. മഗ്രിബിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഈ സൂറത്ത് പാരായണം ചെയ്യണം. തുവാഫിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരത്തിലെ 2ാമത്തെ റക്അത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്യണം. വിത്ർ നമസ്കാരത്തിലെ അവസാനത്തിൽ ഈ സൂറത്ത് പാരായണം ചെയ്യണം. അങ്ങനെ സൂറത്തു ഇഖ്ലാസ് ജീവിതത്തിൽ പലതവണ എന്ത് ചെയ്യാണ്ട് പാരായണം ചെയ്യാനുണ്ട്. ചെറിയ അധ്യായമാണ്, എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ തയ്യാറാകണം. ഖുതുബകൾ കേൾക്കുന്നത് ജീവിതത്തിലേക്ക് അമലുകൾ കൊണ്ടുവരാനാണ്, അമലുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. നമുക്ക് വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. ലോകത്ത് നടക്കുന്ന പലതിനെക്കുറിച്ചും അറിയേണ്ട ആളുകളാണ് നമ്മൾ. പക്ഷേ നമ്മൾ ഈ ഖുത്ബയിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു പ്രയാസവുമില്ലാത്ത അമലുകളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ട ചോദ്യം, ഈ കർമ്മങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നാണ്. കഴിഞ്ഞ 8ഓളം ഖുത്ബകളിലായി അമലുൻ യസീർ, ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്നാലോ വലിയ പ്രതിഫലം ലഭിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കുറപ്പുണ്ട് ആ കർമ്മങ്ങളിൽ പലതും വർത്തമാന കാലഘട്ടത്തിലെ ആളുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാത്തതാണ്. അറിയാത്തതല്ല പ്രശ്നം, അറിവില്ലായ്മയല്ല പ്രശ്നം, അറിയാം, പക്ഷെ ഒരു ഗഫ്ലത്തിലാണ്, അശ്രദ്ധയിലാണ്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കണം. പ്രവാചകൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഒരാൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ ദിവസവും 10 തവണ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അവന് ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുന്ന. എല്ലാ ദിവസവും 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാം. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു പ്രയാസമല്ലാതെ ഓതാൻ പറ്റുന്ന സൂറത്താണ്.
സൂറത്തുൽ കഹ്ഫ് പോലെ, സൂറത്തുൽ ബഖറ പോലെ, സൂറത്തു ആലു ഇമ്രാൻ പോലെ വളരെ വിശാലമായ അധ്യായമല്ല സൂറത്തുൽ ഇഖ്ലാസ്. അതിൻ്റെ അർത്ഥം അതൊന്നും ഓതണ്ടെന്നല്ല, അതൊക്കെ ഓതണം, അതൊക്കെ പഠിക്കണം. പക്ഷേ സൂറത്തുൽ ഇഖ്ലാസ് എളുപ്പമാണ്. ഒഴിവുള്ള സമയങ്ങളിൽ പാരായണം ചെയ്ത് സ്വർഗീയമായ ലോകത്ത് ഒരു വീടുണ്ടാക്കി എടുക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളുള്ളത് ഷഅബാൻ മാസത്തിലാണ്. വിശുദ്ധ റമദാനിൻ്റെ തൊട്ടു മുൻപുള്ള മാസമാണ് ഷഅബാൻ മാസം. ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ചിന്തകളുണ്ട്. ഒന്ന്, പ്രമാണങ്ങൾ പഠിപ്പിച്ച ഹദീസുകളെ നമ്മൾ വായിക്കുന്ന കാര്യങ്ങളാണ്. രണ്ട്, പ്രമാണങ്ങളിൽ എവിടെയും കാണാത്ത, തെളിവുകളില്ലാത്ത പല കാര്യങ്ങളും പല ആളുകളും ഈ മാസത്തിൽ പ്രവർത്തിക്കാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, ഈ ഷഅബാൻ മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. ഒരു വർഷത്തിലെ അമലുകൾ മുഴുവനും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമായിക്കൊണ്ടാണ് ഷഅബാനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. മഹാനായ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഷഅബാൻ ഈ മാസം ഏതാണ്? ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാ സമയങ്ങളിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് ഈ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധയുണ്ടാകണം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം ഷഅബാൻ മാസമാണ്. അത് ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. റമദാൻ കഴിഞ്ഞാൽ, റമദാനിൽ പൂർണ്ണമായി നോമ്പ് നോൽക്കും. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ലം യകുനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശക്റൻ അക്തറ മിൻ ഷഅബാൻ ഫഇന്നഹു കാന യസൂമു ഷഅബാന കുല്ലഹ്. ഈ ഹദീത്ത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു അപകടം പോലും ഉണ്ട്. എന്താ പ്രവാചകൻ പറയുന്നത്? ഷഅബാൻ മാസത്തേക്കാൾ ധാരാളമായി മറ്റൊരു മാസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നില്ല. അവിടുന്ന് ഷഅബാൻ മുഴുവനായി നോമ്പ് അനുഷ്ഠിച്ചിരുന്നു എന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീത്ത്. അപ്പോൾ ഒരു മാസത്തിൽ മുഴുവനായിട്ട് നോമ്പ് വെക്കാൻ പാടില്ല, റമദാനിലല്ലാതെ. അപ്പോൾ അത് ഈ ഹദീത്തിലെ പ്രയോഗം എന്താണ്? ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ട് പറഞ്ഞത്, ഇമാം നബവി പറഞ്ഞു, ബയാനു അന്ന ഖൗലഹാ കുല്ലഹാ ഐ ഗാലിബഹു എന്നാണ്. അഥവാ പൂർണ്ണമായി എന്ന അർത്ഥത്തിലല്ല, ധാരാളമായി, ആ മാസത്തിലധികം, റമദാനിനെ കഴിഞ്ഞ് റമദാനിനേക്കാൾ റമദാനിലാണ് പൂർണ്ണമായി നോറ്റത്. മറ്റുള്ള മാസങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റ മാസം അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഹദീത്തിൽ വന്ന വിഷയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഅബാനിൽ അമലുകൾ ഉയർത്തപ്പെടും. നബി ധാരാളം നോമ്പ് നോറ്റു. സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും, കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ നോറ്റുവീട്ടാനുള്ള അവസാനത്തെ സമയമാണ് ഷഅബാൻ മാസം. ഒരു റമദാനിലെ നഷ്ടമായ നോമ്പുകൾ എപ്പോഴാണ് നോറ്റുവീട്ടേണ്ടത്? അടുത്ത റമദാനിൻ്റെ മുമ്പ് നോറ്റുവീട്ടണം. സാധിക്കുന്ന ആളുകൾ വേഗം നോറ്റുവീട്ടണം. എന്നാൽ അതിൻ്റെ അവസാന സമയമാണ് ഇത് ഷഅബാൻ മാസം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാന്നിധ്യം കാരണം എനിക്ക് നഷ്ടമായ നോമ്പുകൾ ഞാൻ ഷഅബാനിലായിരുന്നു നോറ്റുവീട്ടിയിരുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഷഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഏറ്റവും വലിയൊരു അനാചാരമാണ് ഷഅബാൻ 15-ൻ്റെ അന്ന് ബറാഅത്ത് നോമ്പ് നോൽക്കുന്ന ആൾക്കാരുണ്ട്. ബറാഅത്ത് നോമ്പ് എന്ന് പറയും. ബറാഅത്ത് നോമ്പ് എന്ന് പറയുന്ന ഒരു നോമ്പ് ഇസ്ലാമിലില്ല. അങ്ങനെ നോമ്പ് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, ഹദീസിലൊന്നും കാണാൻ പറ്റില്ല. ഷഅബാൻ 15-ൻ്റെ അന്ന് നോമ്പുണ്ടോ? നോമ്പുണ്ട്. അതേതാണ്? അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ്. അറബി മാസങ്ങളിലെ 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാം. ആ നോമ്പുണ്ട്. അതല്ലാതെ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ എന്തില്ല? ഒരു നോമ്പില്ല. ചില ആളുകൾ പറഞ്ഞ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ഷഅബാൻ 15-നാണെന്നാണ്. എത്ര തെറ്റായ വിശ്വാസമാണത്! വിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് റമദാനിലാണ് എന്ന് സൂറത്തുൽ ബഖറയിലുണ്ട്,
സൂറത്തുൽ ഖദറിലുണ്ട്, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ആൾക്കാരെ. അപ്പോൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് പല ആളുകളും ബിദഅത്തായ നോമ്പുകൾ നോൽക്കുന്നുണ്ട്. അതെന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഷാബാൻ 15-ാമത്തെ രാവിന് ഹദീത്തിൽ വന്ന പ്രത്യേകതകൾക്കപ്പുറമുള്ള പ്രത്യേകതകൾ നമ്മൾ കൽപ്പിക്കാതിരിക്കുക, ഹദീത്തുകളിലും ആയത്തുകളിലും ഒക്കെ ഉള്ളത് മാത്രം അംഗീകരിക്കുക. ഈ മാസത്തിൻ്റെ മഹത്വവും പവിത്രതയുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ നാളെ ശനിയാഴ്ച ദിവസം നമ്മുടെ കണ്ണൂരിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായൊരു പ്രോഗ്രാം നടക്കുകയാണ്. +2 മുതലുള്ള അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മഹത്തായ പ്രോഗ്രാമാണ്. രാവിലെ 9 മണി മുതൽ ഏകദേശം 2 മണി വരെ നീണ്ടു നിൽക്കുന്ന ആ പ്രോഗ്രാമിൽ സാധ്യമാകുന്ന എല്ലാ വിദ്യാർത്ഥികളും, പ്രത്യേകിച്ച് +1 +2 അവിടുന്ന് അങ്ങോട്ടുള്ള കുട്ടികളൊക്കെ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്കറിയാം. പലതരത്തിലുള്ള തിന്മകളാണ് വിദ്യാർത്ഥികളെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ശരിയായ ദിശാബോധം നൽകാൻ കേരളത്തിലെ വിസ്ഡം കൂട്ടായ്മയിലെ വിദ്യാർത്ഥി വിഭാഗം നടത്തുന്ന ഒരു മഹത്തായ പ്രോഗ്രാമാണ്. സാധ്യമാകുന്ന എല്ലാ വിദ്യാർത്ഥികളും അതിൽ പങ്കെടുക്കണം. നിങ്ങളുടെ കൂട്ടുകാരെ ആ വിവരം അറിയിക്കണം എന്നുകൂടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ സത്യസന്ധമായി പഠിക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ജോലി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജയിലുകളിൽ നിരപരാധികളായി കഴിയുന്ന സഹോദരങ്ങൾക്ക് സഹോദരികൾക്ക് അല്ലാഹു മോചനം നൽകുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.